പരിശുദ്ധ ദൈവം മാതാവ് ജീവനോട് ഈ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ ദൈവം മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റൂബി. ഇത് എൻ്റെ മകൾ ഏഞ്ചലീന. ഞാൻ എറണാകുളം ജില്ലയിലെ തദ്ദേവസ്പുരം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോളുടെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മോൾക്ക് ചെറുപ്പം മുതൽ തന്നെ എല്ലാ മാസവും പനിയും ചുമയും വരുമായിരുന്നു. പനി വന്ന് ഉടനെ തന്നെ ചുമ, അതൊരു 10-20 ദിവസത്തോളം തന്നെ നീണ്ടു നിൽക്കുമായിരുന്നു. നെബുലൈസേഷനും ആൻറ്റിബയോട്ടിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് എല്ലാം മാറിയിരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം മോളുടെ പനി കുറേശ്ശെ കുറയുകയും അത് വർഷത്തിൽ 1-2 പ്രാവശ്യമായിട്ട് ചുരുങ്ങുകയും ചെയ്തു. ഇപ്പോൾ 2 വർഷമായിട്ട് മോൾക്ക് ഒരു അസുഖവുമില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, നേർച്ച വസ്തുക്കൾ അവൾക്ക് ഉപയോഗിച്ചിരുന്നു. എല്ലാ ദിവസവും ഞാൻ അവൾക്ക് തൈലവും ഉപ്പും തേനും എല്ലാം കൊടുത്തിരുന്നു. അങ്ങനെ ഈശോ വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മോൾക്ക് നൽകിയത്. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ 3ാമത്തെ ഉടമ്പടിയിൽ ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഞാൻ എഴുതിയിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയപ്പോൾ കുർബാന തുടങ്ങി അതിൻ്റെ അവസാനം വരെ മാതാവിൻ്റെ സാന്നിധ്യം, അതായത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എൻ്റെ ഇടത്ത് വശത്ത് നിന്നും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് കിട്ടി. അങ്ങനെ ഒരു മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു 10-20 വർഷത്തോളമായി എനിക്ക് ഇടത്തെ കാല് ഭയങ്കര വേദനയായിരുന്നു. വേദന കൂടി വന്നു കഴിഞ്ഞപ്പോൾ പെയിൻ കില്ലറെല്ലാം കഴിച്ചുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. വേദന കൂടി അതിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ഇടുപ്പിനും തേയ്മാനമാണ്, ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫിസിയോതെറാപ്പി ഒരു 7 ദിവസം ചെയ്തു. എന്നിട്ടും വേദനയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അഖണ്ഡ ജപമാല റാലി ഒക്ടോബറിൽ വന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ച് അഖണ്ഡ ജപമാല റാലിക്ക് പോയി. അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ മാതാവിൻ്റെ കൈ പിടിച്ചു കൊണ്ട് തന്നെ ഞാൻ നടന്നു. അങ്ങനെ ആ ജപമാല റാലിക്ക് ശേഷം എൻ്റെ കാലുവേദന മൊത്തത്തോടെ മാറി. ഇതേവരെ എനിക്കൊരു പെയിൻ കില്ലർ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ മകൾ, അവൾ 10ാം ക്ലാസ്സിലായിരുന്നു. പഠിക്കാനായിട്ട് വളരെ മോശമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുകയും അച്ഛൻ കാശുരൂപം കൊടുക്കുകയും ചെയ്തു. ഞാനത് മോൾക്ക് തൈലം തേച്ച് ഉപ്പും തേനും എല്ലാം യൂസ് ചെയ്ത് കാശുരൂപം പിടിച്ച് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം യൂസ് ചെയ്ത് അവൾ പരീക്ഷയ്ക്ക് പോവുകയും അവൾക്ക് SSLCക്ക് 78.6% മാർക്ക് ലഭിക്കുകയും ചെയ്തു. അത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവൾക്ക് ഇത് സാധിച്ചത്. പിന്നെ പത്രങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും വിശുദ്ധ തൈലം തേച്ച് വിശുദ്ധ ഉപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാവർക്കും എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പേപ്പറെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. കൂടാതെ സാമ്പത്തികമായിട്ട് ആവശ്യമുള്ള എല്ലാവർക്കും ഞാൻ സഹായം ചെയ്യുമായിരുന്നു. ഇതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനം. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ റൂബി ജോഷി എന്ന ഈ മകൾ തൻ്റെ മകളോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത്, 4 വയസ്സ് മുതലുള്ള മകളുടെ പനിയും ചുമയും അവരെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ മകൾക്ക് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള വിശ്വാസ പ്രയോഗം മൂലം മകളുടെ പനി പൂർണ്ണമായി സൗഖ്യപ്പെട്ടുവെന്നാണ് അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു. കൂടെ നടക്കുന്ന അമ്മ, സഞ്ചാരി മാതാവ്, ഒരു ദിവ്യബലിയിൽ മൊത്തം ഈ മകളുടെ റൂബിയുടെ കൂടെ നിന്ന് ആ ദിവ്യബലി അർപ്പിച്ച് ആ പ്രസൻസ് സുഗന്ധാഭിഷേകത്തിലൂടെ റൂബിയെ അറിയിച്ചു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ എൻ്റെ പുത്രനായ തിരുക്കുമാരനെ അറിയിക്കുന്നു എന്നുള്ള ഒരു വലിയ സാമീപ്യം റൂബിക്ക് ലഭിച്ചതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഈശോയും പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെ ഉണ്ടാകണം. ദിവ്യബലിയിൽ ഈശോ എൻ്റെ നാവിലലിയുമ്പോൾ എനിക്കത് മനസ്സിലാകണം.
ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നാം ഉൾക്കൊള്ളുമ്പോൾ അത് എൻ്റെ ശരീരത്തിൽ അലിഞ്ഞു ചേരുന്നു, എൻ്റെ ജീവിതത്തിൽ ഈശോ വന്നിറങ്ങുന്നു എന്നുള്ള ആ അനുഭൂതിക്ക് വേണ്ടി നാം എല്ലാവരും കാത്തിരിക്കുന്നവരാണ്. ഈ റൂബി എന്ന മകൾക്ക് അത് ലഭിച്ചതിനായിട്ട് വലിയ സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഒരു അസാധ്യമായ ഒരു കാര്യമാണ് 10 വർഷത്തോളമായിട്ടുണ്ടായിരുന്ന ഇടുപ്പിലെ തേയ്മാനത്തോടുകൂടി ഭയങ്കര വേദന. അത് എത്ര തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടും ഫിസിയോതെറാപ്പി ചെയ്തിട്ടൊന്നും മാറാതെ വന്നപ്പോൾ ഇവിടെ നിന്ന് അർത്തുങ്കൽ പള്ളിയിലേക്കുള്ള നമ്മുടെ ജപമാല റാലിയിൽ നടന്നുകൊണ്ടുള്ള ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകളുടെ പൂർണ്ണമായും വേദന സൗഖ്യപ്പെട്ടു എന്ന് ഏറ്റു പറയുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ അടിസ്ഥാനത്തിലാണ് ഇന്ന് മകൾ 10ാം ക്ലാസ് പരീക്ഷയിൽ 78% മാർക്കിൽ കൂടുതൽ പ്രാപിച്ചുകൊണ്ട് അൾത്താരയിൽ കയറി ഇന്ന് ഈശോയ്ക്ക് നന്ദി പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്നെ ഈശോ നമ്മെ സ്പർശിക്കുന്നതാണ്. ഒരിക്കൽ നാം ഈശോയെ തിരിച്ചറിഞ്ഞാൽ, ഈശോ നമ്മെ സ്പർശിച്ചു എന്ന് തിരിച്ചറിഞ്ഞാൽ, ഈശോയെ തൊടാനുള്ള നമ്മുടെ ആഗ്രഹവും ഈശോയെ അനുഭവിക്കുവാനുള്ള നമ്മുടെ തീക്ഷ്ണതയും എന്തുമാത്രമുണ്ടെന്നാണ് ഉടമ്പടി ജീവിതം നമ്മെ പഠിപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. റൂബി ജോഷി എന്നീ സഹോദരിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഈശോ കൂടെ സഞ്ചരിക്കുന്നുവെന്നും ഈശോ എന്നിൽ അലിഞ്ഞു ചേരുന്നുവെന്നും ഈശോയെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചുവെന്നും ഇന്ന് ഈ മകൾക്ക് മനസ്സിലായിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, മക്കൾക്ക് പഠിക്കാനുള്ള സാധ്യതകളായിട്ടുള്ള അല്ലെങ്കിൽ മക്കൾക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും അവസ്ഥകൾ പോരായ്മകളായി വരികയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും രോഗാവസ്ഥകളെയും ആശുപത്രിയിൽ കഴിയുന്നവരായാലും വീടുകളിൽ കഴിയുന്നവരായാലും പരിചരിക്കാൻ ആരുമില്ലാതെ കഴിയുന്നവർ, ഇങ്ങനെ ഒരുപാട് മക്കൾ ഇന്ന് വേദനയും രോഗവും മൂലം കഷ്ടപ്പെടുന്നവരുണ്ട്. അലർജി രോഗം മൂലം കഷ്ടപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ അസ്വസ്ഥതകളാലും കഷ്ടപ്പെടുന്നവരുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് റൂബി ജോഷിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടിയോടെ നന്ദി പറഞ്ഞ് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.